നമ്മുടെ ഒരു റിയൽ സ്റ്റോറിനെ ബന്ധപ്പെടുത്തിട്ടാണ്. അപ്പം ഞങ്ങളൊരു റിയൽ സ്റ്റോറി ആയിരുന്നു അത്. അപ്പൊ 2008 നടന്നൊരു സംഭവം. ആ സംഭവത്തിന് നമ്മൾ കുറച്ച് സിനിമാറ്റിക് ചെയ്തിട്ട് ഇതാക്കിയതാണ്. കോമഡി ആയിട്ട് കാണിക്കുമായിരുന്നെങ്കിൽ അന്ന് ഇതുപോലെ കോമഡി ആയിരുന്നു. അല്ലല്ല, ഒരിക്കലും കോമഡി ഒന്നും ആയിരുന്നില്ല. അതൊരു സീരിയസ് ആയിട്ട് നമ്മൾ ഈ കണ്ടത് ഇതൊന്നുമല്ല, ഇതിൽ കൂടുതലായിരുന്നു അതിന്റെ അനുഭവങ്ങളൊക്കെ. നമ്മൾ സിനിമാറ്റിക് ചെയ്യാൻ വേണ്ടി ഫാമിലി എന്റർടൈൻമെന്റ് കുറച്ച് അതിന്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരായിരുന്നു അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ അതൊരു സിനിമന്റെ ഒരു കാര്യങ്ങളിലേക്ക് ചെയ്തു. അഭിലേഷേട്ടാ പിന്നെ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ ഇത് അഭിലേഷേട്ടനാണ്. സ്ക്രിപ്റ്റ് സംഭവം നടന്ന സ്ഥലത്ത് തന്നെയാണ്. അതെ അതെ, റിയൽ ലൊക്കേഷനിലാണ്. റിയൽ ലൊക്കേഷൻ നടന്ന സ്ഥലത്ത് തന്നെ പോയിട്ടാണ് ഞങ്ങൾ ആ സംഭവം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സംഭവം നടന്നതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും അത് പ്ലാൻ ചെയ്തു. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ഇതെങ്ങനെയെങ്കിലും സിനിമയാക്കണം എന്ന രീതിയിൽ. പിന്നെ അത് ഇതൊക്കെ ആയി വന്നപ്പോൾ ഞങ്ങളത് കോമഡി രൂപത്തിൽ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആയി. പിന്നെ അഭിലേഷേട്ടൻ വന്ന് അതിനെ വേറെ രീതിയിൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വന്നു. ഞങ്ങൾ ആ ഒരു സിനിമാറ്റിക് രൂപത്തിലാക്കിയത്. അതെ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഇതായിരുന്നു. ഇതൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു 70% ഉള്ളത് തന്നെയാണ് നടന്ന സംഭവങ്ങളാണ്. രക്ഷപ്പെട്ടിട്ട് പോകുന്നത് അടുത്ത ഒരു പദ്ധതിയിലേക്കാണ്. അതെ 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 അതെ, മലയാളികൾ എപ്പോഴും ചെന്ന് പെടാറില്ല കാര്യങ്ങളിലേക്കാണ്. അപ്പൊ ഇതിന്റെ ഡയലോഗ് റൈറ്റർ അഭിലാഷ് കോമഡി ഡയലോഗ് മുകേഷിന്റെ കയ്യിൽ നിരുന്ന സിറ്റുവേഷൻ കൊണ്ടാണ് പൂർണ്ണമായും നിങ്ങളുടെ ഡയലോഗ്സ് തന്നെയാണ് പുള്ളിയാണ്. ഇല്ല, ഞങ്ങള് MLA ഹൗസിൽ പോയിട്ട് അവിടെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് കഥ പറഞ്ഞത്. അപ്പം ഏകദേശം അതിന്റെ ഫ്ലേവർ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും മുകേഷേട്ടന് മനസ്സിലായി. അപ്പം കിട്ടി ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു എന്നങ്ങനെ പറഞ്ഞാ പോയത്. പിന്നെ ഏകദേശം മുകേഷേട്ടൻ തന്നെയാണ് ആ ക്യാരക്ടറിന് ആപ്പെന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന്റെ മൊത്തം ഡയലോഗ് വന്നിരിക്കുന്നത്. നിജി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഇത്. പിന്നെ മിഥുൻ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്താണ്. ഇല്ല, ഞങ്ങളതൊരു സാങ്കല്പികമായിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ അതുപോലത്തെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു അതെ, അങ്ങനെ ഒരു രീതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് മൂന്നുപേരും സിനിമയാക്കണമെന്ന രീതിയിൽ കുറച്ചു കാലമൊക്കെ നടന്നു. ഓക്കെ, താങ്ക് യു.